പൊന്നുരുളിയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ദീപാവലി സ്പെഷ്യൽ ഒരു ലഞ്ച് റെസിപ്പി ആയാലോ? മട്ടർ പുലാവ് അഥവാ ഗ്രീൻ പീസ് പുലാവ് ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാനും മടിക്കരുത്. എന്നാൽ വീഡിയോ കണ്ടു തുടങ്ങാം. അടുപ്പിൽ പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിക്കുന്നു. അതിലേക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കുറേശ്ശെയായി ചേർക്കുന്നു. പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, കറുവാപ്പട്ട, കുരുമുളക് എന്നിവ ചേർത്ത് വഴറ്റുന്നു. അതിലേക്കിനി നീളത്തിൽ ഘനം കുറച്ചരിഞ്ഞ സവാള കൂടി ചേർക്കുന്നു. 1 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിയാണ് ഞാൻ ഈ പുലാവിനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് അളവുകളെല്ലാം അതിനനുസരിച്ചാണ്. 3 പച്ചമുളകും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർക്കുന്നു. ചതച്ച മുളക് കൂടാതെ നീളത്തിൽ കീറിയ 2 പച്ചമുളക് കൂടി ഞാൻ ചേർക്കുന്നു. ഇനി ഒരല്പം ഉപ്പ്, സവാള വഴലാൻ മാത്രം. ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ കുറച്ച് സമയം വഴറ്റുക. മട്ടർ പുലാവിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ഗ്രീൻ പീസ് ഞാൻ ചേർക്കുന്നു. 2 പിടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഫ്രഷായ ഗ്രീൻ പീസ് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. കഴിവതും ഉണങ്ങിയ ഗ്രീൻ പീസ് ഉപയോഗിക്കാതിരിക്കുക. 8-10 കശുവണ്ടി കൂടെ ചേർക്കുന്നു. ഞാൻ റോസ്റ്റ് ചെയ്യാതെയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യമേ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി ചേർക്കുന്നത് 1 കപ്പ് ബാസ്മതി അരി. 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം ഊറ്റി മാറ്റി വെച്ചിരുന്നതാണ് അരി. പുലാവ് ഉണ്ടാക്കാൻ ലോങ് ഗ്രെയിൻ റൈസ് ആണ് നല്ലത്. അതുകൊണ്ടാണ് ഇവിടെ ബാസ്മതി അരി ഉപയോഗിക്കുന്നത്. ബാസ്മതി അരി കൂടി ഇട്ട് നല്ലപോലെ എല്ലാം ഇളക്കി യോജിപ്പിച്ച ശേഷം വേവാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിക്കുന്നു. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചെറുതായി അരിഞ്ഞ് ചേർക്കുക. ഈ കാണുന്നതാണ് ആഫ്രിക്കൻ മല്ലിയില. ഇത് നീളത്തിൽ ഇങ്ങനെ വളരും. വീട്ടിൽ ധാരാളമുണ്ട്. അപ്പോൾ അത് ഒരു 2 പീസായി മുറിച്ച് അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നു. പുലാവിന് ആവശ്യമായ ഉപ്പ് കൂടി ഇനി ചേർക്കുക. ആദ്യം ഒരല്പം ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് ഉപ്പ് നോക്കിയ ശേഷം മാത്രം വീണ്ടും ചേർക്കുക. ഇനി ഒടുവിലായി 1 നുള്ളു ഗരം മസാല കൂടി ഇതിന് മേൽ തൂവി എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുന്നു. മീഡിയത്തിൽ താഴെയാണ് ഞാൻ ഫ്ലെയിം വെക്കുന്നത്. തീരെ ലോ ഫ്ലെയിമിലല്ല. കുറച്ച് സമയം കഴിഞ്ഞ് വെള്ളം ഏകദേശം വറ്റി എന്ന് തോന്നിയപ്പോൾ ഞാൻ അടപ്പ് തുറന്ന് ഇളക്കി നോക്കി. അരി കുറച്ചുകൂടി വേവാനുണ്ട്. പോരാത്തതിന് ഗ്രീൻ പീസും ഒരല്പം കൂടി പാകമാവാനുണ്ട്. വെള്ളം ഒരല്പം ബാക്കിയുണ്ട്. ഇനി വീണ്ടും അടച്ചു വെച്ച് അതുകൂടി ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു വീണ്ടും തുറന്നപ്പോൾ അരിയും ഗ്രീൻ പീസും പാകത്തിന് വേവുകയും വെള്ളം വറ്റുകയും ചെയ്തിട്ടുണ്ട്. അരി ഒട്ടും കുഴയുകയോ അടുക്കി പിടിക്കുകയോ ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കുകയോ ചെയ്യാതെ നല്ല പെർഫെക്റ്റായി പുലാവ് റെഡി ആയിട്ടുണ്ട്. ദാൽ ഫ്രൈ, പനീർ ബട്ടർ മസാല, ഷാഹി പനീർ ഇത്തരം കറികളോടൊപ്പം കഴിക്കാൻ ഇത് ഗംഭീരമാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.